ഈ കാപ്പിയും കൂടി ഒന്ന് റെഡിയായാൽ ഇന്ന് നമുക്ക് പെയിൻറ്റിങ്ങിന് പോകാനുള്ള എല്ലാ സെറ്റപ്പും റെഡി ആയിട്ടുണ്ട്. ലൊക്കേഷനൊക്കെ ഇന്നലെ തന്നെ ഞാൻ നോക്കി വെച്ചാണ്. ഇവിടുത്തെ ഒരു ഷിപ്പ് യാർഡാണ്. ഒരു 1.25 മണിക്കൂറോളം ഡ്രൈവ് ഉണ്ട് ഇവിടുന്ന്. പുറത്ത് നല്ല തണുപ്പാണ്, 5 ഡിഗ്രിയേ ഉള്ളൂ. അപ്പോൾ അതാണ് കാപ്പി എടുക്കുകയാണെങ്കിൽ പെയിൻറ്റ് ചെയ്യുന്ന സമയത്തും ഇടയ്ക്ക് കുടിക്കാമല്ലോ. പ്ലാൻ പോലെ 5:30 തന്നെ സ്റ്റാർട്ട് ചെയ്തു. പുറത്ത് നല്ല ഇരുട്ടാണ്, നല്ല തണുപ്പുമുണ്ട്. നമ്മൾ ഈ രാവിലെ ഈ തണുപ്പത്ത് ഇങ്ങനെ വണ്ടി ഓടിച്ച് പോകുമ്പം നമ്മുടെ നാട്ടിലെ തട്ടുകടകൾ മിസ് ചെയ്യും. ഇവിടെ അങ്ങനത്തെ യാതൊരു സെറ്റപ്പും ഇല്ല. ഇനി എന്തെങ്കിലും കിട്ടണമെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഷോപ്പിംഗ് മാളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും മഗ്ഡി പോലുള്ള സ്ഥലങ്ങളിലോ പോകണം. പക്ഷെ അത് നമുക്ക് ഇങ്ങനെ മോർണിംഗ് ടൈമിലൊന്നും അവൈലബിൾ ആയിരിക്കത്തില്ല. നമ്മൾ ലൊക്കേഷനിൽ കറക്റ്റ് സമയത്ത് എത്തി. പക്ഷേ ഇവിടെ പബ്ലിക് അലൗഡ് അല്ല ഈ സമയത്ത്. സോ അടുത്തുള്ള ഒരു ലൊക്കേഷനിലോട്ട് മൂവ് ചെയ്തു. ഇതാണ് നമ്മളിന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു സബ്ജക്റ്റ്. അപ്പം എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ബേസിക്കലി ഈ ഒരു ഷിപ്പും അതിന് മുമ്പിലുള്ളൊരു ബോട്ടുമാണ് നമ്മുടെ മെയിൻ സബ്ജക്റ്റ്. ബാക്കിയൊക്കെ സറൗണ്ടിങ്സ് ഒരു സപ്പോർട്ടിങ് എലമെൻറ്റ്സ് ആയിട്ടാണ് ഈ പെയിൻറ്റിങ് ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഒരു വാല്യൂ സ്കെച്ച് ചെയ്യുക എന്നുള്ളതാണ് ഞാനെപ്പോഴും ചെയ്യുന്നൊരു പ്രോസസ്സ്. അതായത് റഫായിട്ടൊരു സ്കെച്ച്, ഒരു കോമ്പോസിഷൻ ഉണ്ടാക്കുക. അപ്പോൾ അതിൽ നമുക്ക് നമ്മൾ കാണുന്ന ഇതിൽ നിന്ന് ആവശ്യമില്ലാത്തത് ഒഴിവാക്കുക, ചില എലമെൻറ്റ്സ് ആഡ് ചെയ്യുക. അങ്ങനെ അതിനൊരു ഒരു പെയിൻറ്റിങ് കോമ്പോസിഷനിലോട്ട് കൊണ്ടുവരിക. ഇതാണ് വാല്യൂ സ്കെച്ച്. അപ്പോൾ ഇത് നമുക്കൊരു 15 മിനിറ്റ്സിൽ തീർക്കാവുന്ന കാര്യമേ ഉള്ളൂ. ഇതിൽ ഞാൻ ഡിസൈഡ് ചെയ്യും ബേസിക്കലി എന്താണ് ഏറ്റവും ഡാർക്കായിട്ട് വേണ്ടത്, ഏതാണ് ലൈറ്റായിട്ട് വേണ്ടത്, കോമ്പോസിഷൻ എങ്ങനെയാണ്. അപ്പോൾ ഇതിൽ 2-3 ക്യാരക്ടറൊക്കെ ഫ്രണ്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അതൊക്കെ നമ്മൾ കാണുമ്പോൾ ഇല്ലാത്ത സബ്ജക്റ്റുകളാണ്. അങ്ങനെ അതിൽ ട്രീ ബ്രാഞ്ചസ് ആയിരിക്കും ഏറ്റവും ഡാർക്കായിട്ടുണ്ടാവും, പക്ഷേ ഡീറ്റെയിൽ കുറവായിരിക്കും. അങ്ങനെയുള്ളൊരു ഡിസിഷനൊക്കെ എടുക്കുന്നത് ഈ വാല്യൂ സ്കെച്ചിലാണ്. ഇവിടുന്ന് അങ്ങോട്ട് ഈ വാല്യൂ സ്കെച്ച് നമുക്കൊരു കോമ്പോസിഷൻ റെഫറൻസും, പിന്നെ നമ്മൾ ലൈവായിട്ട് നോക്കി ചെയ്യുന്നത് നമുക്ക് ആ ഒരു ലൈറ്റ് ആൻഡ് മോഡ് അങ്ങനെ അത് നോക്കി ചെയ്യാനുള്ള ഒരു റെഫറൻസാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ക്ലബ് ചെയ്തിട്ടാണ് നമ്മൾ ആക്ച്വൽ പെയിൻറ്റിങ് ചെയ്യുന്നത്. പിന്നെ ഞാൻ പറഞ്ഞാൽ ഇതൊരു 10-15 മിനിറ്റ്സിൽ തീർക്കാവുന്നതാണ്. പിന്നെ ആൾക്കാർ നമ്മളോട് സംസാരിക്കുകയോ അങ്ങനെയൊക്കെ ആയിട്ടൊരു 30-45 മിനിറ്റ്സ് എടുത്ത് തീർക്കാൻ. പിന്നെ ഇങ്ങനെയുള്ള ഫോട്ടോസൊക്കെ എടുത്ത് വയ്ക്കുന്നത് നമുക്ക് ഈ ക്യാരക്ടറിനെ ആഡ് ചെയ്യാൻ വേണ്ടി ഭയങ്കര ഹെൽപ്പ് ചെയ്യും. ആൾക്കാർ നടന്നു പോകുന്നതൊക്കെ ഇടയ്ക്ക് നമ്മൾ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഒരു കാപ്പി കുടിച്ചിട്ട് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. അടിപൊളി. ഉണ്ടാക്കി വെച്ച കാപ്പി വീട്ടിലിരിപ്പുണ്ട്, എടുക്കാൻ മറന്നുപോയി. ഇനിയിപ്പം കാപ്പി ഉണ്ടാക്കിയ ഓർമ്മയിൽ ഇവിടെ നിൽക്കാമെന്ന് വിചാരിക്കുന്നു. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. നമ്മൾ എടുക്കേണ്ട സാധനങ്ങളൊക്കെ എടുത്തുവന്ന് ഡബിൾ ചെക്ക് ചെയ്തിട്ട് ഇറങ്ങുന്നത് വളരെ നന്നായിരിക്കും. നമ്മൾ ആക്ച്വൽ പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഈ സമയത്തുള്ള ഒരു മൂഡ് കോപ്പി ചെയ്യാനാണ് ട്രൈ ചെയ്യുന്നത്, ഒരു മിസ്റ്റി ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ലൈവ് റെഫറൻസ് നോക്കിയാണ് ചെയ്യുന്നത്. എന്നാലും നമ്മൾ ഇടയ്ക്ക് വാല്യൂ സ്കെച്ചും കൂടി ഒന്ന് റെഫർ ചെയ്യും, നമ്മൾ വാല്യൂസ് എല്ലാം പ്രോപ്പറാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ബാക്ക്ഗ്രൗണ്ടായിട്ടുള്ള എലമെൻറ്റ്സ് ആണ്. അതിൽ ഒത്തിരി ഡീറ്റെയിൽസ് ഒന്നുമില്ല, വളരെ ബ്ലറി ആയിട്ട് സ്കൈനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലാണ് ബാക്ക്ഗ്രൗണ്ട് എലമെൻറ്റ്സ് ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഷിപ്പ് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യും, ഷിപ്പ് അതിന് മുമ്പിലുള്ള ബോട്ട്. പിന്നെ ഒരു ഫൈനൽ ടച്ചിങ് ഫോർഗ്രൗണ്ടില്ല, ഗ്രൗണ്ടിലുള്ള ചെറിയ പെബിൾസും അങ്ങനെ ചെറിയ ഡീറ്റെയിൽസ്. പിന്നെ ഫ്രണ്ട് സൈഡിലുള്ള ട്രീ ബ്രാഞ്ചസും പിന്നെ ഒരു ഫ്യൂ ക്യാരക്ടേഴ്സും കൂടി ആഡ് ചെയ്താൽ അത് ഫിനിഷായി. അപ്പോൾ ഇതാണ് നമ്മൾ ഫൈനൽ ഔട്ട്പുട്ട്. ഇത് ജസ്റ്റ് ഒരു ഓവർവ്യൂ പ്രോസസ്സ് എക്സ്പ്ലെയിൻ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഒരു പ്ലെയിൻ എയർ പെയിൻറ്റിങ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഫിനിഷ് ചെയ്യാന്നുള്ളത് പറഞ്ഞെന്നുള്ളൂ. ഒരു പെയിൻറ്റിങ് എങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാമെന്നുള്ള കാര്യങ്ങളൊക്കെ അപ്കമിങ് വീഡിയോസിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. Thanks for watching. See you all in the next one.